അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ജാഫർ ഖാൻ്റെ പുരയിടത്തിലാണ്. ജാഫർ ഖാൻ്റെ പുരയിടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഭക്ഷണ ക്രമീകരണത്തിനുള്ള പ്രശ്നങ്ങളാണ്. എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിൽ ആശങ്കയാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ പലതും വിഷാംശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷാംശമുള്ള ഭക്ഷണങ്ങളെ ഒഴിവാക്കി പൂർണ്ണമായും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണല്ലോ. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജാഫർക്ക് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ജാഫർ ഖാൻ്റെ പുരയിടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഇവിടെ ഉണ്ട്. അതും 14 സെൻറ്റ് സ്ഥലമാണ് ആകെയുള്ളത്. എങ്ങനെയാണ് ചെറിയ ഇടത്തിൽ ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ വിളയിച്ചെടുക്കാം, നമുക്ക് ജാഫർ ഖാനിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ജാഫർ ഖാൻ, അസ്സലാമു അലൈക്കും. എന്നിട്ട് എന്തൊക്കെയാണ് ഈ നിങ്ങൾ പച്ചക്കറി തോട്ടം? ഇവിടെ കുറഞ്ഞ സ്ഥലമുള്ളൂ, ഇവിടെ 14 സെന്റ് സ്ഥലമുള്ളൂ. എത്ര കുറഞ്ഞ ഒരു സെന്റ് സ്ഥലമാണെങ്കിലും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയും അതേമാതിരി ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് സ്വന്തം വിളയിച്ചെടുക്കാൻ പറ്റും. അതിന് ഉദാഹരണമാണ് ഈ കട. നമ്മൾക്ക് എത്രയോ ഫ്രൂട്ട്സുകൾ നമ്മളിവിടെ ഉണ്ട്. നമ്മൾ സാധാരണ കേട്ട് പരിചയിച്ച ചെടികൾക്കപ്പുറത്തേക്ക് ജാഫർ ഖാൻ്റെ തോട്ടത്തിൽ വന്നാൽ വ്യത്യസ്തമായ പല ചെടികളെ നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒരു ചെടിയാണിതാ, ജാഫർ ഖാനെ പരിചയപ്പെടുത്തിയാണ്. ഇത് നമ്മളെ മരമുന്തിരി, ജബോട്ടിക്കാവ് എന്ന് പറഞ്ഞ മരമുന്തിരിയുടെ സബാറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതേപോലെ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്ക് ഇടയിൽ ഓറഞ്ച് കാണും. അപ്പോൾ ഇങ്ങനെ വലിയ അത്ഭുതമാണ്, ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമോ തൊടുവിലുണ്ടാവുമോ എന്നൊക്കെ. ജാഫർ ഖാൻ ഉണ്ടാകും തെളിയിച്ചിട്ടുണ്ട്. ഇതാ കായിട്ട് നിൽക്കുന്ന ഓറഞ്ച് ചെടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതും ഒരു ചെറിയൊരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള. പിന്നെ നമുക്കൊക്കെ പാല് ചേർത്ത് ജ്യൂസ് കുടിക്കാനാണ് ഇഷ്ടം. ഷെയ്ക്കാക്കി കുടിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക. പക്ഷേ ഈ അസിഡിറ്റി അതേപോലെ തന്നെ ഗ്യാസ് ട്രബിളിൻ്റെ ഒക്കെ ഇഷ്യൂ ഉള്ളവർക്ക് ഈ പാല് കുടിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ അവർക്കും ഒരു പരിഹാരം ജാഫർ ഖാൻ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഈ കാണുന്ന മിൽക്ക് ഫ്രൂട്ട്. ഈ മിൽക്ക് ഫ്രൂട്ടിൻ്റെ ഇത് കാണുന്നത് മൊട്ടിട്ട് നിൽക്കുന്നതാണ്. ഈ നല്ല ഫലങ്ങളായി കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജ്യൂസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മിൽക്കിൻ്റെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിയും. ഈ കാണുന്നത് അബിയു ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്ത തരം ഫ്രൂട്ടാണ്. ഇത് നമ്മൾ കേട്ട് പരിചയം പോലും ഇല്ലാത്ത ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളനീരിൻ്റെ ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. അതായത് നമുക്ക് ഇളനീരൊക്കെ കുടിക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട് കഴിച്ചാൽ മതി എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ആപ്പിൾ ലഭിക്കാറില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അത് വിളയിച്ചെടുക്കാനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് ആപ്പിൾ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു പരിഹാരമാണ് ഈ കാണുന്നത് പാവപ്പെട്ടവൻ്റെ ആപ്പിൾ. വേറെ ആപ്പിള്, ഇളന്തപ്പഴം എന്നൊക്കെ പറയുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇതിന് ആപ്പിളിൻ്റെ ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിവിടെ ഇങ്ങനെ ഡ്രമ്മിലൊരു ചെടി വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ജാഫർക്കോട് അന്വേഷിച്ചപ്പോൾ ജാഫർക്ക് പറഞ്ഞത് ചുപ്പ എന്ന് പറഞ്ഞൊരു തരം ചെടിയാണ്. ഇതിലുണ്ടാകുന്ന ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, മനുഷ്യ ശരീരത്തിന് വേണ്ട മൂലകങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു തരം പ്രത്യേക ഫ്രൂട്ടാണ് ഈ ചുപ്പ നമുക്ക് തരുന്നത്. സാധാരണ ഈ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പുളിയായിരിക്കും, നമുക്ക് കഴിക്കാനൊരു എന്താ പറയുക പുളിയായിരിക്കും. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് മധുരമുള്ളൊരു സ്റ്റാർ ഫ്രൂട്ടും കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് നൽകുന്ന ഒരു ചെടിയാണ് ഇതാ എൻ്റെ ഈ സൈഡിലുള്ളത്. പിന്നെ ഡ്രമ്മിൽ കായ്ക്കുന്ന മാവും പ്ലാവൊക്കെ ഇതാ ഈ വീടിന് ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഡ്രമ്മിലിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇവിടെ ഡ്രമ്മിലിങ്ങനെ കാഴ്ച നിൽക്കുന്ന ഒരു ഫലത്തെ കണ്ടപ്പോൾ ഞാൻ ഇതെന്താണെന്ന് ജാഫർക്കാട് ചോദിച്ചു. അപ്പോൾ ജാഫർക്ക് പറഞ്ഞത് ഇത് രാജാപ്പുളി എന്ന് പറയുന്നൊരു പ്രത്യേകതരം പുളിയാണ്. ഈ പുളി രാജാപ്പുളി എന്ന് പേര് കിട്ടാൻ പിറകിൽ ഒരു കാര്യമുണ്ട്. അത് പഴയ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പുളിയാണെന്നുള്ളതുകൊണ്ടാണ് രാജാപ്പുളി എന്ന് പേര് കിട്ടത്. നല്ല കാണാൻ തന്നെ ഒരു ഭംഗിയുള്ള ഒരു തരം പുളിയാണ് ഈ രാജാപ്പുളി എന്നുള്ളത്. പിന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഒരു ഫ്രൂട്ടാണ് അത്തി എന്ന് പറയുന്നത്. ഈ അത്തിയും നമ്മുടെ നാട്ടിൽ കായ്ക്കും എന്നുള്ളതാണ്. ഇവിടെ ജാഫർക്ക് ഉണ്ടാക്കിയ ഒരു അത്തിച്ചെടിയുണ്ട്. ജാഫർക്ക, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താ, അത് വർഷക്കാലത്ത് എന്റെ അലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വേനൽക്കാലത്ത് അത് എല്ലാ ചെടികൾക്കും വേനൽക്കാലത്ത് വാടി ഉണങ്ങൊക്കെ ആണെങ്കിലും ഇത് വേനൽക്കാലത്ത് ശരിക്കും തഴിച്ചു വളർന്ന് അതിന്മേൽ അപ്പോൾ ആ ഫ്രൂട്ട് ഉണ്ടാവും. പിന്നെ ജാഫർക്ക, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകുന്ന ഒത്തിരി ചെടികൾ, അതായത് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായിട്ട് ഉണ്ടാകുന്ന ചെടികൾ പലതും നമ്മുടെ വീടുകളിലേക്ക് വെക്കുന്ന സമയത്ത് കായ്ക്കാറില്ല. അങ്ങനെ കായ്ക്കാതിരിക്കുമ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കായ്ക്കാതിരിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ട് എന്താ പറയുക, ആ ചെടികളെയും കൂടി കായ്പ്പിക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അതിപ്പോൾ നമ്മൾ പറഞ്ഞാലേ ഇപ്പോൾ ഒരു അലോപ്പതി ചികിത്സ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ആയുർവേദത്തിക്ക് മാറുമ്പോൾ ഒരു മാറ്റമുണ്ട്. നമ്മൾ നഴ്സറി നിന്നൊക്കെ ചില സാധനം അവള് പിന്നെ ഇതാണ് വിടല്, കാരണം ജൈവം ഇതല്ല, പിന്നെ എന്താണ് പറയുക,
പിന്നെ ഇംഗ്ലീഷ് വളങ്ങളാണ് ഇടുക. ഇംഗ്ലീഷ് വളം പാറ്റംബോസ്, യൂറിയ, പൊട്ടാസ്യം ഇടും. അപ്പൊ അത് ഇട്ടാൽ വളർച്ചക്കാണ് അത് ഇട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ അതല്ല, അപ്പൊ നമ്മൾ ആ സാധനം നമ്മളിവിടെ കൊടുന്ന് വെക്കുമ്പോൾ നമ്മൾ അത് കൊടുന്നില്ലെങ്കിൽ കുറച്ചൊരു ഇതുണ്ടാവും. പിന്നെ നമ്മൾ ജൈവവളം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് താമസം പിടിക്കും. പക്ഷെ നീറ്റായിട്ട് സാറായിട്ട് വരും ചെയ്യും. കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ സമൂഹത്തിനേക്കുള്ള ഒരു പേടി, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർക്കുള്ള പേടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വൈവിട്ട് മുട്ടിപ്പോവാന്നുള്ളതാണ്. അല്ല, അത് എന്താ പറയാ, ഈ കൃഷി ചെയ്യുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി നിൽക്കണമെങ്കിൽ അവരും കൃഷിക്കാരായിരിക്കണം. പുഴുവിനെ കണ്ടാൽ നമ്മളൊരു പുഴുവിനെ കണ്ട ഒരു ആരെങ്കിലും പിടിച്ചു പോലെ ഒരു ജോലിക്കാരനെ വിളിച്ചു കൊടുത്തിട്ട് ആ പുഴുവിനെ എടുത്തു കളയേണ്ട ആ സിറ്റുവേഷൻ വരാൻ പാടില്ല. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ചെടികൾ നമുക്ക് ജാഫർ ഖാന്റെ വീടിന്റെ തൊടിയിലും കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതെല്ലാം തന്നെ നമ്മുടെ ഏത് വീട്ടിലും, ചെറിയ ഇടമുള്ള ഏത് വീട്ടിലും ടെറസിൻ്റെ മുകളിലൊക്കെ നമുക്ക് സംവിധാനിക്കാൻ പറ്റുന്ന പച്ചക്കറി തോട്ടങ്ങൾ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പച്ചക്കറി തോട്ടങ്ങളെ കൊണ്ടും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ ശൈലിയിലെ രോഗങ്ങളൊക്കെ ഏകദേശം കുറക്കാൻ കഴിയുന്ന ധാരാളം തരത്തിലുള്ള ഔഷധ ഗുണങ്ങളൊക്കെയുള്ള സസ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ മരങ്ങളാവുന്ന പല ചെടികളായി തന്നെ കായ്ക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ അനുഭവങ്ങൾ ജാഫർ ഖാൻ നമ്മോട് പറയുകയുണ്ടായത്. അപ്പോൾ അത്രയേറെ മനോഹരമായിട്ടുള്ള ഈ തോട്ടത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നതാണ് മനസ്സിലാക്കുകയാണ്. ഇതിലുള്ള പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്നതാണ്. അതൊക്കെ നമ്മൾ ചെയ്യുക. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നല്ല പച്ചക്കറികളും നല്ല ഫ്രൂട്ട്സുകളും നമ്മൾ തന്നെ നനച്ചുണ്ടാക്കി വളർത്തിയെടുക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് നേരുന്നു, നല്ലത് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.